ഈ വർഷം 10ാം ക്ലാസ്സിലൊക്കെ കടന്ന കുട്ടികളോടാണ് സംസാരിക്കുന്നത്. ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് കടക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കമാണ്. എന്നാൽ ഈ വർഷം 10ാം ക്ലാസ്സിലേക്ക് കടന്ന കുട്ടികൾക്കും അവരെ നയിക്കുന്ന രക്ഷിതാക്കൾക്കും വല്ലാത്ത വേവലാതിയുണ്ട്, ഉത്കണ്ഠയുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്കൂള് എപ്പോൾ തുറക്കും, തുറന്നാൽ തന്നെ പാഠഭാഗങ്ങൾ ഏത് രീതിയിൽ തീരും എന്നുള്ള ചെറിയൊരു ഉത്കണ്ഠ കുട്ടികൾക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്. തൽക്കാലം ആ വിഷയത്തിലേക്കല്ല ഞാൻ കടന്നു വരുന്നത്. ഒരു കാലത്ത് ഒരു 5-8 വർഷം മുമ്പൊക്കെ SSLC റിസൾട്ട് വന്നാൽ ഫുൾ A+ പ്രതീക്ഷിച്ച ഒരു കുട്ടി ഒരു A+ എങ്ങാനും നഷ്ടപ്പെട്ടാൽ ആ കുട്ടിയോട് മിക്കവാറും ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നഷ്ടപ്പെട്ട A+ മാത്സിലാണെന്നുള്ള ഒരു ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട്. ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് മാത്സ് ആയിരിക്കും. അതിലൊക്കെ മാറ്റം വന്നു. ഇപ്പോൾ ഒരു A+ ഒക്കെ നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിക്കേണ്ട ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മുടെ സിലബസിൻ്റെ വല്ലാത്തൊരു മഹത്വം കൊണ്ടെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ മാത്സ് പാസ്സാവാൻ പാകത്തിലുള്ള ചില എളുപ്പങ്ങൾ നമ്മളെ ഈ ഏറ്റവും പുതിയ സിലബസിൽ ഉള്ളത് കൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. പണ്ടെങ്ങാനാരോ പറഞ്ഞത് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നു. മാത്സ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. ചില കുട്ടികളുടെ മനസ്സിലെങ്കിലും അത് വല്ലാതെ പതിഞ്ഞു പോയിട്ടുണ്ട്. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നിങ്ങളെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വരുന്നത് 2 കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. ഒന്ന്, മാത്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള സബ്ജക്റ്റാണ്. മറ്റുള്ള സബ്ജക്റ്റ് പോലെയല്ല. ഇതൊരു കോൺക്രീറ്റ് സബ്ജക്റ്റാണ്. ഇപ്പോൾ 2+3 = വാട്ട് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, 5. അത് എത്ര വൃത്തിയിൽ എഴുതിയാലും, എനിക്ക് കാണാൻ ഭംഗിയില്ലാണ്ട് 5 എന്ന് എഴുതിയാലും ഫുൾ മാർക്കാണ്. എന്നാൽ 2+3 = 4 എന്ന് എഴുതിയാൽ, അത് വളരെ വൃത്തിയിൽ എഴുതിയാലും കാണാൻ ഭംഗിയില്ലാത്ത രീതിയിൽ എഴുതിയാലും അത് തെറ്റാണ്. അവിടെ 2 ചോയ്സ് ഇല്ല. മറ്റു സബ്ജക്റ്റ് ഇപ്പോൾ ഒരു ഹിസ്റ്ററിയിൽ ഒരു 2 പേജ് എസ്സേ എഴുതുമ്പോൾ ആ എസ്സേ വായിക്കുന്ന ഒരു അധ്യാപകന് അത് പോരാന്ന് ചിലപ്പം തോന്നിയേക്കാം. അല്ലെങ്കിൽ ഒരു കുട്ടി ആ എസ്സേ എഴുതി കഴിഞ്ഞാൽ അതിനെക്കാട്ടും നന്നായിട്ട് അവതരിപ്പിക്കാനും ഭാഷാപരമായി അതിൽ ഭംഗി വരുത്താനൊക്കെ കഴിവുള്ള കുട്ടികൾ വേറെ ഉണ്ടായേക്കാം. പക്ഷെ മാത്സ് നമ്മൾ പഠിച്ച് പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമായിട്ട് മാറും. രണ്ടാമത് ഒരു കാര്യം, ഞാൻ ഈ വർഷം നിങ്ങളെ 10ാം ക്ലാസ്സിലെ മാത്സിലെ കുറേ പാഠഭാഗങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കൂടി 10ാം ക്ലാസ്സിൽ ഈ വർഷം കടന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികൾ ദയവീത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഞാനുണ്ട് നിങ്ങളെ കൂടെ. ഈ വർഷം മാത്സിലെ ഏകദേശം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സൊക്കെ കുറച്ചുകൂടിയും എളുപ്പമുള്ള രീതിയിൽ നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട്, അങ്ങനെ നമുക്ക് ആ ബുദ്ധിമുട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സ് എളുപ്പമായിട്ട് മാറണമെങ്കിൽ നമ്മൾ ആകപ്പാടെ ഒരു മാറ്റത്തിന് വിധേയമായിരിക്കണം. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യാൻ, എഴുതി പഠിക്കാൻ ഏറ്റവും മടി കാണിക്കുന്ന ഒരു കാലഘട്ടമായി. പ്രത്യേകിച്ച് മാത്സിലെ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയാൽ അത് പേപ്പറിൽ എഴുതുന്നതിന് പകരം എങ്ങനെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ മൈൻഡിൽ കാൽക്കുലേഷൻ നടത്തിയിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ മാത്രം പേപ്പറിലെത്തിക്കുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്തിൽ കുട്ടികളിൽ കാണുന്ന
പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും മാത്സിലെ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യമായ സ്റ്റെപ്പുകളും ചിഹ്നങ്ങളും കൊടുക്കാത്തതിൻ്റെ പ്രയാസം നിങ്ങൾ ഹയർ ലെവലിൽ പഠിക്കുമ്പോൾ വല്ലാതെ കുട്ടികൾ കാണുന്നൊരു അധ്യാപകനാണ് ഞാൻ. അതുകൊണ്ട് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കാൻ നമുക്ക് ഒരു തീരുമാനം എടുക്കാം. എല്ലാ ദിവസവും 1 മണിക്കൂർ മാത്സ് പഠിക്കാൻ ഉപയോഗിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എൻ്റെ ശബ്ദം കേൾക്കുന്നത് മുതൽ മാർച്ച് മാസം SSLC എക്സാം വരുന്നത് വരെ നിങ്ങൾ എല്ലാ ദിവസവും മാത്തമാറ്റിക്സ് 1 മണിക്കൂർ പഠിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് മാത്സ് ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂർ വർക്ക് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുതി പഠിക്കാൻ മടി കാണിക്കുന്ന കുട്ടികളെ പോലെ തന്നെ മാത്സിൻ്റെ അരിത്മെറ്റിക് ചെറിയ ക്ലാസ്സിൽ UP സ്കൂളിലും അതേപോലെ തന്നെ 8ലും 9ലൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട അരിത്മെറ്റിക് വളരെ കുറവാണ് നമ്മളെ കുട്ടികൾക്ക്. നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമായ സ്റ്റെപ്പുകളും ചിഹ്നങ്ങളും കൊടുക്കാത്തത് പോലെ തന്നെ ഉള്ളൊരു പ്രവണതയാണ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു സെയിം ടേം കാണുമ്പോൾ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത്, ഈ ക്യാൻസലാക്കാൻ പറ്റാത്തൊക്കെ ക്യാൻസലാക്കും. അതൊക്കെ ഈ മാത്സിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന റൂളുകൾ അറിയാത്തതിൻ്റെ പ്രയാസമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ 64/4 = വാട്ട് എന്ന് ചോദിച്ചാൽ അവിടെ 4ഉം 4ഉം ക്യാൻസലാക്കാൻ വകുപ്പുണ്ടോ എന്ന് നോക്കുന്ന കുട്ടികളാണ്. കാരണം അങ്ങനെയാണ് നമ്മളെ മൈൻഡ് പെട്ടെന്ന് കാര്യങ്ങൾ നേടുക എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മളെ കുട്ടികൾ അങ്ങനെയായി മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് മാത്സിൽ 10ാം ക്ലാസ്സിലേക്ക് നമുക്ക് കുറേ ചാപ്റ്ററുകൾ പഠിക്കാനുണ്ടെങ്കിൽ ആ ചാപ്റ്ററുകളൊക്കെ പേപ്പറിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പിലും ഒരു മിസ്റ്റേക്കും വരാതെ നമ്മൾ ആൻസറിലേക്ക് എത്താൻ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി വെക്കേണ്ട ചില മാത്സിലെ റൂളുകൾ നിർബന്ധമായിട്ടും തറുവായിരിക്കണം. ഞാൻ ഈ വീഡിയോയിൽ ഒരു ചാപ്റ്ററിലേക്കും കടക്കുന്നില്ല, മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചാപ്റ്ററിലേക്കും ഞാൻ കടക്കുന്നില്ല. പക്ഷേ നിങ്ങൾ 10ാം ക്ലാസ്സിൽ കുറച്ച് ചാപ്റ്ററേ ഉള്ളൂ. ആ ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പ്രോബ്ലങ്ങൾ വളരെ എളുപ്പമായിട്ട് മാറാനും ആവശ്യമായ കുറച്ച് പ്രീവിയസ് നോളജ് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഉറപ്പ് തരാം, നമുക്ക് പ്രയാസമുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയുന്നത്, എ മാത്തമാറ്റിക്സ് സ്റ്റുഡൻറ്റ് ഷുഡ് ബിക്കം എ തെണ്ടി ആൻഡ് പെറുക്കി. ഒരു മാത്സ് പഠിക്കുന്ന കുട്ടി ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ഒരു തെണ്ടിയാവണം, ഒരു പെറുക്കിയാവണം. ഞാൻ ഈ പറയുന്ന വേർഡ് നിങ്ങൾ നെഗറ്റീവായിട്ട് എടുത്താൽ അത് വളരെ അപകടമാണ്. ഞാൻ പറഞ്ഞത് പോസിറ്റീവ് ആയിട്ട് കരുതുക. തണ്ടണം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മാത്സ് മനസ്സിലാക്കാനും പഠിക്കാനും നിങ്ങൾ നിരന്തരം നിങ്ങളുടെ സ്കൂളിലെ മാത്സ് ടീച്ചറെയും ഇനി മാത്സ് അറിയാവുന്ന ആരൊക്കെ നമ്മുടെ പ്രദേശത്ത് വീട്ടിൽ പുറത്തൊക്കെ ഉണ്ടോ അവരെയൊക്കെ സമീപിച്ച് പരമാവധി നമ്മളെ ഡൗട്ട്സുകൾ നമ്മൾ തീർക്കണം, പെറുക്കണം. യു ഷുഡ് ബിക്കം എ പെറുക്കി. ഞാൻ ആ ഒരു വേർഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യണം. നമ്മൾ പരീക്ഷകളിലെത്തിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയാൽ അതിലുള്ള ഒരു ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ പരിചയപ്പെടാത്ത ക്വസ്റ്റ്യൻ ആവരുത്. ഒരുവിധം ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ തരത്തിൽ തിരിച്ചും മറിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ടോ അത്തരം പ്രോബ്ലങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി പഠിച്ച ഒരു കുട്ടി പരീക്ഷകളിലെത്തിയാൽ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും മുമ്പ് പരിചയപ്പെട്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ഒരു ആവേശം ആ പരീക്ഷകളിൽ നമുക്കുള്ളൊരു ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നേരെ മറിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി ക്വസ്റ്റ്യനൊക്കെ വായിച്ച് നോക്കുമ്പോൾ ഒട്ടും പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് നമുക്ക് പരീക്ഷകളിലെങ്കിൽ അത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് ടൈം വേണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും 1 മണിക്കൂർ പഠിക്കുന്ന കുട്ടിക്ക് ഈ പറഞ്ഞതിനൊക്കെ സാധിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളും മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും A+ വാങ്ങിക്കുക, ഒരു ഫുൾ A+ വാങ്ങുന്ന രൂപത്തിലേക്ക് മാറാൻ ആവശ്യമായ വർക്ക്
ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നാൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ് സാധാരണ പോലെ ക്ലാസ്സുകൾ എടുത്ത് തീർക്കുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം സോഴ്സുകളൊക്കെ പരമാവധി ഉപയോഗിക്കുക. ഒരിക്കൽ കൂടി ഞാൻ അടിവരയിടുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങളെ മാത്സിലെ 4ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാംകൃതി സമവാക്യമാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം 10ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങൾ കഴിഞ്ഞാൽ ഒരു കുട്ടിയെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമായിട്ട് തോന്നിയ ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും കുട്ടികൾ പറയുന്ന പേര് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാംകൃതി സമവാക്യം എന്ന ചാപ്റ്ററിനെ പറ്റിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ആ ചാപ്റ്റർ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നമ്മൾ സാധാരണ 2 ടേംസ് ആൾജിബ്രിക് ടേംസ് ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട, അറിയാത്തത് കൊണ്ട് തെറ്റിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതായത് ഒരു ഇൻറ്റിജർ എ പ്ലസ് ഒരു ഫ്രാക്ഷൻ b/c, ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്നസംഖ്യയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അംശവും ഛേദവും ഉള്ളത്. ഇതിന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. a/c പ്ലസ് b ഓൾ ഡിവൈഡ് ബൈ c. ഇനിയിപ്പോൾ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ തുടക്കത്തിലുള്ളതെങ്കിൽ 1ാമത്തെ ടേമായിട്ടാണ് ഉള്ളതെങ്കിൽ a/b പ്ലസ് c, ബിന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, a പ്ലസ് bc ഡിവൈഡ് ബൈ b. ഇനി 2 ഭിന്നസംഖ്യകൾ 2 ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിൽ ആ സെയിം ഡിനോമിനേറ്റർ എടുത്താൽ മതി. എ പ്ലസ് ബി ആൾ ഡിവൈഡ് ബൈ സി. ഇത് പ്ലസ് ആയാലും മൈനസ് ആയാലും ഇതേ റൂള് തന്നെ, പ്ലസ് ഓർ മൈനസ്, പ്ലസ് ഓർ മൈനസ്. ഇനി 2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലൊന്നും ഒരു കണക്ഷനും ഇല്ല. a/b പ്ലസ് c/d. ഇതാണ് റൂള്. ad പ്ലസ് bc ഓൾ ഡിവൈഡ് ബൈ bd. ad പ്ലസ് bc ഓൾ ഡിവൈഡ് ബൈ bd. ഒന്നുകൂടി ശ്രദ്ധിച്ചോളെ. a പ്ലസ് ഓർ മൈനസ് b/c ഈക്വൽ ടു ac പ്ലസ് ഓർ മൈനസ് b ഡിവൈഡ് ബൈ c. മൈനസ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, കൺഫ്യൂഷൻ ആക്കണ്ട. a/b പ്ലസ് c ഈക്വൽ ടു a പ്ലസ് bc ഓൾ ഡിവൈഡ് ബൈ b. a/c പ്ലസ് b/c ഡിനോമിനേറ്റർ ഈക്വൽ a പ്ലസ് b ഡിവൈഡ് ബൈ c. 2 ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഛേദങ്ങൾ തുല്യമാണെങ്കിൽ ഉത്തരത്തിന്റെ ഛേദം ആദ്യം എടുത്തിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടുക അല്ലെ കുറക്കുക. a/b പ്ലസ് ഓർ മൈനസ് c/d ഈക്വൽ ടു ad പ്ലസ് ഓർ മൈനസ് bc ഓൾ ഡിവൈഡ് ബൈ bd. ഇനി ഇവിടെ ഞാൻ ഈ എഴുതിയത് ഡിനോമിനേറ്റർ നോക്ക് നിങ്ങൾ, ബിന്റെ മൾട്ടിപ്പിളാ bd, ബിന്റെ മൾട്ടിപ്പിളാ bd. അങ്ങനെ ഒരു ഛേദം മറ്റൊരു ഛേദത്തിന്റെ അഥവാ ഒരു ഡിനോമിനേറ്റർ മറ്റൊരു ഡിനോമിനേറ്ററിന്റെ മൾട്ടിപ്പിളോ അല്ലെ കോമൺ ഫാക്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിൽ എളുപ്പം, ഇങ്ങനെയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉണ്ടല്ലോ, ഇത് bd അല്ലേ, ഇതിനെയും bd ആക്കുക, b ഇൻറ്റു d. അപ്പോൾ ഇവിടെ d മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരുന്നോ, ad ഡിവൈഡ് ബൈ bd, ad ഡിവൈഡ് ബൈ bd പ്ലസ് c ബൈ bd. അപ്പോൾ ഇവിടെ bd ആവും. അപ്പോൾ എന്ത് വരും, ad പ്ലസ് c, ad പ്ലസ് c ഓൾ ഡിവൈഡ് ബൈ bd. ഇത് പ്ലസ് ഓർ മൈനസ് എന്തായാലും കുഴപ്പമില്ല, പ്ലസ് ആയാലും മൈനസ് ആയാലും കുഴപ്പമില്ല. എന്നാൽ ഇവിടെ നമ്മൾ നോക്കിയാൽ a/b/c, ഇവിടെ ഒരു പൂർണ്ണസംഖ്യ ഒരു ഇൻറ്റിജറും ഒരു ഫ്രാക്ഷനും നമ്മൾ ഡിവൈഡ് ചെയ്യാം, a/b/c. ഇവിടെ എന്താ സംഭവിക്കുന്നോ, ഡിനോമിനേറ്ററിലെ ഡിനോമിനേറ്റർ ഛേദത്തിൽ ഒരു ഫ്രാക്ഷനാണല്ലോ, ഇവിടെ ഒരു അംശവും ഛേദമുണ്ട്. ഈ സി ഒന്ന് മുകളിൽ പോകും, ac ഡിവൈഡ് ബൈ b, ac ഡിവൈഡ് ബൈ b. എന്നാൽ ഇവിടെ ന്യൂമറേറ്റർ ആണ് ഫ്രാക്ഷൻ, a/b ഓൾ ഡിവൈഡ് ബൈ c. ഈ b ഇങ്ങ് താഴെ പോരുന്നില്ല, a/bc. ഇതൊക്കെ റൂള് മാത്രം പഠിച്ചു കേട്ടോ,
നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാലത്തും തെറ്റിക്കാതെ ചെയ്യുന്ന ഒരു 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 സ്റ്റൈലിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത് എ ബൈ ബി ഡിവൈഡ് ബൈ സി ബൈ ഡി. ഇവിടെ എന്താ സംഭവിക്കുന്നു? ഡി അങ്ങ് മുകളിൽ പോവും, ബി അങ്ങ് താഴെ വരും. എ ഇൻറ്റു ഡി ഡിവൈഡ് ബൈ ബി ഇൻറ്റു സി. ഇപ്പോൾ ഒന്നാമത്തത് എ പ്ലസ് ബി ബൈ സി, 1 പ്ലസ് 2/3 എന്താ വരുമോ? 3 ഇൻറ്റു 1 3 പ്ലസ് 2 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 5/3. രണ്ടാമത്തതും അത് തന്നെയാ സംഭവം. ഇനിയിപ്പോൾ മൂന്നാമത്തത് 1/2 പ്ലസ് 3/2 ഈക്വൽ ടു ഡിനോമിനേറ്റർ ഈക്വൽ 4/2 ആയിരിക്കും. 1 പ്ലസ് 3 ഈക്വൽ ടു 2. അതുപോലെ തന്നെ എല്ലാ പ്രോബ്ലം വരുന്നത്. ഇപ്പോൾ പിന്നെ 1/2 പ്ലസ് 3/9 തമ്മിൽ 3/11. എ ബൈ ബി പ്ലസ് സി ബൈ ഡി ഈക്വൽ ടു 1 ഇൻറ്റു 11 11 പ്ലസ് 2 ഇൻറ്റു 3 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 11 22 ഈക്വൽ ടു 17 ഡിവൈഡ് ബൈ 22. ഇനി 1/2 പ്ലസ് 3/4 ആണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 2ൻ്റെ മൾട്ടിപ്പിൾ 4. ഇപ്പം നിങ്ങൾ എന്താ വേണ്ടിയെന്ന് ആദ്യം ഈ 1/2നെയും ബൈ 4 ആക്കി മാറ്റുക. അത് ഇങ്ങനെ എഴുതാം, 2/4. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആവുക. ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാലാണ് 4 ആവുക. 2 ഇൻറ്റു 2 4. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് 2/4 പ്ലസ് 3/4 ഈക്വൽ ടു 5/4. ഈ രീതിയിലേക്ക് നിങ്ങൾ പ്രോബ്ലം ചെയ്തു വരണം. മാത്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏത് ചാപ്റ്റേഴ്സിലും ഏത് ക്വസ്റ്റ്യൻസ് തരുമ്പോഴും പ്രോബ്ലങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ രീതിയിലേക്ക് വരണം. ഇനി ഇവിടെ നോക്കിയാൽ 1/2/3 1/2/3 ഇതെന്താ വരുമെന്ന് 3/2. ഈ 3 അങ്ങ് മുകളിൽ പോവുക, 3 ഇൻറ്റു 1. ഇനി 1/4 ഡിവൈഡ് ബൈ 9 എന്താ വരുമെന്നോ? ഈ 4 താഴോട്ടാ വരിക, 1/36 4 ഇൻറ്റു 9. ഇനി 1/2 ഡിവൈഡ് ബൈ 2/7 1/2 ഡിവൈഡ് ബൈ 2/7. ഈ 7 അങ്ങ് മുകളിൽ പോവുക, 7 ഇൻറ്റു 1 7 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 4. ഓക്കെ, ഇത്തരം പ്രോബ്ലങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ കണ്ടാൽ പിന്നെ വളരെ സിമ്പിളായിട്ട് ഈ രീതിയിലേക്ക് മാറ്റുന്നതിന് പ്രാക്ടീസ് ചെയ്യണം. ഒരിക്കലും തെറ്റിക്കരുത്. ഇവിടെയൊക്കെയാണ് നമ്മൾ ക്യാൻസർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത ക്യാൻസലൊക്കെ വരുന്നത് ഇത്തരം പ്രോബ്ലങ്ങളിലൊക്കെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ A² പ്ലസ് ബി ഡിവൈഡ് ബൈ എ എന്നൊക്കെ കണ്ടാൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ തന്നെ കാണാറുണ്ട്. എന്ത് ചെയ്തുന്നോ? A പ്ലസ് ബി ചെയ്തു. A² ക്യാൻസലാവും ചില കുട്ടികൾക്ക്. എന്താ പറയുന്നതെന്നോ? ഈ എ എന്ന് പറയുന്നത് ഈ റൂള് പ്രകാരം, ഈ റൂള് പ്രകാരം ഈ സി എന്ന് പറയുന്നത് ഈ സി എയ്ക്കും ബാധകമാണ്, ബിക്കും ബാധകം എന്ന് പറഞ്ഞാൽ ഈ എ എന്ന് പറയുന്നത് ഈ A² ബാധക, ബിക്കും ബാധകം. അപ്പോൾ ഇവിടെ മാത്രം നമുക്ക് ക്യാൻസലാക്കാൻ പറ്റൂല. ഈ A² പ്ലസ് ബി ഡിവൈഡ് ബൈ എ, A² പ്ലസ് ബി ഡിവൈഡ് ബൈ എ തന്നെ ഈ ക്യാൻസലാക്കുക എന്നൊക്കെ പറയുന്നത് എന്താണോ? A² ഇൻറ്റു ബി ഡിവൈഡ് ബൈ എ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണോ? ഇവിടെ ന്യൂമറേറ്ററിൽ 2 ടേം ഉണ്ട്. ടേമിൽ വേർതിരിക്കുന്നത് പ്ലസ് ഓർ മൈനസ്, പ്ലസ് അല്ലെങ്കിൽ മൈനസ് എന്ന ചിഹ്നം ഇടയ്ക്ക് വരുമ്പോഴാണ്. ഇവിടെ 2 ടേം ഉണ്ട്. ഇവിടെ ഒരു ടേം വരുന്നു A² ബി, ഇവിടെ 2 ടേം ഉണ്ട് A² പ്ലസ് ബി. അപ്പോൾ ഇവിടെ 2 ടേം ഉണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലുള്ള ഈ A²നും ബാധകമാണ്, ബിക്കും ബാധകമാണ്. അപ്പോൾ A² എ മാത്രം ക്യാൻസലാക്കാൻ പറ്റൂല. പക്ഷെ ഇവിടെ ഒരു ടേമേ ഉള്ളൂ. ഇൻറ്റു എന്ന് പറയുമ്പോൾ അവിടെ ഈ A² ബി എന്ന് പറഞ്ഞാൽ ശരിക്ക് A² ഇൻറ്റു ബി ഡിവൈഡ് ബൈ എ എന്നാണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ചിലപ്പോൾ പിന്നെ 2 ടേം ഉണ്ട് എന്നൊക്കെ ചില കുട്ടികൾ വിചാരിക്കും. 2 ഇല്ല, 1 ഉള്ളൂ. ഇൻറ്റു ഉപയോഗിച്ചിട്ട് നമുക്ക് ടേമിനെ വേർതിരിക്കാൻ പറ്റൂല. അപ്പോൾ A² ബി എന്ന് പറഞ്ഞാലും A² ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും സെയിമാണ്. ഇവിടെയാണ് ക്യാൻസലാക്കുക. എയിലെ ഒരു എയും A² എയും ക്യാൻസലാക്കിയാൽ എ ബി എന്ന് ഉത്തരം കിട്ടും. ഇവിടെ അങ്ങനെ ക്യാൻസലാക്കാൻ പറ്റൂല. അപ്പോൾ എപ്പോഴും ഒരു 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 ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നാൽ അതിൽ എത്ര ടേം ഉണ്ട് എന്ന് നോക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ S³ Y² Z
ഇതിൽ ഒരു ടേമേ ഉള്ളൂ. എന്നാൽ എസ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് ഇതിന് 3 ടേം ഉണ്ട്. ഒന്ന് എസ് ക്യൂബ് ആണ്, ഒന്ന് വൈ സ്ക്വയർ ആണ്, ഒന്ന് മൈനസ് സെഡ് ആണ്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ബൈ എക്സ് എന്നൊക്കെ കണ്ടാൽ ഈ എക്സ് ഒന്നും ക്യാൻസൽ ആക്കരുത് കേട്ടോ. എന്നാൽ ഇവിടെ ഡിവൈഡ് ബൈ എക്സ് എന്ന് വന്നാൽ ഈ എസ് ക്യൂബിലെ ഒരു എക്സും ഈ എക്സും ക്യാൻസൽ ആക്കാം. നേരത്തെ ഞാൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് ആദ്യം നിങ്ങളെ മുന്നിൽ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനൊക്കെ ചില പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാനും നമ്മൾ കുറച്ച് ആൾജിബ്രിക് ഐഡൻറ്റിറ്റീസ് നല്ല തറവായിരിക്കണം. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ 8th ലും 9th ലൊക്കെ പഠിച്ച ഭാഗമാണ്. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താ വ്യത്യാസം? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ദി സ്ക്വയർ ഓഫ് ദി സം ഓഫ് 2 നമ്പർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ 2 നമ്പറിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ. എന്നാൽ എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ? അത് 2 നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ്. രണ്ടും വ്യത്യാസമുണ്ട്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ 2 എക്സ്പാൻഷൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇതിൻ്റെ സമ്മ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇത് രണ്ടും അല്ല ആഡ് ചെയ്യുക. ഇതുകൊണ്ട് ഇത് രണ്ടും ആഡ് ചെയ്യുക. എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a സ്ക്വയർ പ്ലസ് 2ab മൈനസ് 2ab ആഡ് ചെയ്താൽ ക്യാൻസൽ ആയിപ്പോൾ. ഇന്ന് പ്ലസ് ആവുന്ന മൈനസ് ആ സെയിം ടേം. പിന്നെ ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2b സ്ക്വയർ. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2a സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ. 2 കോമൺ ആണ്. 2 ഔട്ട് സൈഡ് എടുത്താൽ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലെ 2a സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ. അതുപോലെ ഇതിൽ നിന്ന് കുറച്ചാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് കുറക്കുമ്പോൾ ഇതേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയറിന് എ സ്ക്വയർ കുറച്ചാൽ ക്യാൻസൽ ആയിപ്പോവും, ബി സ്ക്വയറിന് ബി സ്ക്വയർ കുറച്ചാലും ക്യാൻസൽ ആയിപ്പോവും. പിന്നെ ഉള്ളത് 2ab മൈനസ് മൈനസ് 2ab കുറക്കണം മൈനസ് 2ab. ആ കുറക്കണം എന്നുള്ള ചിഹ്നം ഈ മൈനസ് കൂടി പ്ലസ് ആവും. 2ab മൈനസ് മൈനസ് 2ab plus 2ab that is equal to 4ab, which is very important. A square minus b square equal to a plus b into a minus b. A square minus b square equal to a plus b into a minus b. A square plus b square equal to മറ്റൊരു റിസൾട്ട് ഒന്നുമില്ല കേട്ടോ. A square plus b square but a square minus b square equal to a plus b into a minus b. A plus b നെ a minus b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക a square minus b square. സാന്ദർഭികമായിട്ട് ഇതുകൂടെ മനസ്സിലാക്കി വെച്ചു. ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചതൊന്നുമല്ല. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടേ മനസ്സിലാക്കി വെച്ചേക്കും. എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. എ മൈനസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. ഇത് എ സ്ക്വയർ എ ബി ബി സ്ക്വയർ. ഇത് എ ക്യൂബ് എ സ്ക്വയർ ബി എ ബി സ്ക്വയർ ബി ക്യൂബ്. എങ്ങനെ പറഞ്ഞിട്ട് ബി ഇങ്ങനെ കയറി പോവാം. പിന്നെ ഒരു കോയിഫിഷ്യൻ്റ് പ്രശ്നമായിരുന്നു. അതൊക്കെ നിങ്ങൾ വേറെ ക്ലാസ്സിൽ പഠിക്കും. എങ്ങനെയാണ് കോയിഫിഷ്യൻ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ തൽക്കാലം എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. എ മൈനസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. സംഭവം രണ്ട് സെയിം ടേമാണ്. ചിഹ്നത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ആദ്യം മൈനസ് പിന്നെ പ്ലസ് പിന്നെ മൈനസ്. ഇത് കംപ്ലീറ്റ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. അതിന് എവിടെ കംപ്ലീറ്റ് പ്ലസ് മൈനസ് പ്ലസ്. ഇവിടെ മൈനസ് പ്ലസ് മൈനസ്. ഇനി കൂടുതൽ എ പ്ലസ് ബി ഹോൾ റേഷ്യോ 4ഉം എ മൈനസ് ബി ഹോൾ റേഷ്യോ 4ഉം ഒക്കെ കാണേണ്ട ഘട്ടത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് വരുന്ന ക്ലാസ്സിൽ. മൈനസ് പ്ലസ് ടേം ഒന്ന് കൂടും. ഇതൊക്കെയാണ് റൂള്. അത്തരം കാര്യത്തിലൊക്കെ ഞാൻ പോകുന്നില്ല. എ പ്ലസ് ബി ഹോൾ ക്യൂബ് എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് ക്യൂബ് ഓഫ് ദി സം ഓഫ് 2 നമ്പർ, ക്യൂബ് ഓഫ് ഡിഫറൻസ് ഓഫ് 2 നമ്പർ. A cube plus b cube, which is the sum of the cube of 2 number, sum of the cube of 2 number, which is the difference of cube of 2 number. A cube minus b cube. A cube plus b cube equal to a plus b into a square minus ab plus b square.
a cube minus b cube equal to a minus b into a square plus ab plus b square. A cube minus b cube equal to a minus b into a square plus ab plus b square. A cube plus b cube equal to a plus b into a square minus ab plus b square. A plus b whole cube equal to a cube plus 3a square plus 3ab square plus b cube. ഇത് a plus b whole cube ആ, ഇത് a cube plus b cube ആ. ഇത് a minus b whole cube ആ, ഇത് a cube minus b cube ആ. ഇനി a plus b into c plus d, a plus b into c plus d equal to ac plus ad plus bc plus bd. The rule, അതായത് ac plus ad plus bc plus bd. The last x plus a into s plus b equal to a square plus a plus b into x plus ab, which is very important in second degree equation. കാരണം ഇതേ റൂളിങ് ചെയ്ത് x into x x square, x into b bx, a into x ax. അപ്പോൾ ഒരു ax പ്ലസ് bx ഉണ്ട്. ax പ്ലസ് bxൽ x കോമൺ ആണ്, ഔട്ട്സൈഡ് എടുത്താൽ. എന്നിട്ട് a പ്ലസ് b into x പ്ലസ് ab a into b. ഇത് ഈ അവസാനം ഇത് റിസൾട്ട് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം നമുക്ക് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചില പോളിനോമിയലൊക്കെ തരും. ഇതേ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2, ഇതാ സംഭവം. അത് എക്സ് സ്ക്വയർ പ്ലസ് 3 ഇവിടെ ആരാണോ എ പ്ലസ് ബി, 3x പ്ലസ് എ ബി അത് 2 ആണ്. ഈ പോളിനോമിയൽ കൃത്യമായിട്ട് പരിശോധിച്ചാൽ ഇതിനെ നമുക്ക് രണ്ട് ഫാക്ടറാക്കി മാറ്റാം ഇതുപോലെ. അതായത് എ സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2, ഇതാ എ പ്ലസ് ബി. ഇവിടെ എ പ്ലസ് ബി ഈക്വൽ ടു 3 ആണ്. എ ബിൻ്റെ സ്ഥാനത്തുള്ളത് 2 ആണ്. എ പ്ലസ് ബിൻ്റെ സ്ഥാനത്ത് 3യും എ ബിൻ്റെ സ്ഥാനത്ത് 2 ആണെങ്കിൽ അത് നമ്മൾ മൈൻഡിൽ ആലോചിച്ച് നോക്കുക. കൂട്ടിയാൽ 3 കിട്ടുന്നതും ഗുണിച്ചാൽ 2 കിട്ടുന്നതും ആയിട്ടുള്ള രണ്ട് നമ്പർ അതാരാന്നോ 1 and 2 ആണ്. കാരണം 1 + 2 3 ആണ്, 1 × 2 2 ആണ്. അതുകൊണ്ട് ഈ എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 2 എന്ന് പറയുന്ന ഈ പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാമെന്നോ, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി 1 + 2 1 + 2 എ പ്ലസ് ബി 1 + 2 3x പ്ലസ് എ ബി 1 × 2 2. ഒരു എക്സാമ്പിൾ, എസ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 20 ഈക്വൽ ടു 0. സ്വല്പം പ്രയാസമായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ഇവിടെ എ പ്ലസ് ബി എന്താ -1 ആണ്, എ ബി എന്താ -20 ആണ്. ഗുണിച്ചിട്ട് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെഗറ്റീവ് 20 കിട്ടണമെങ്കിൽ ഒന്ന് പ്ലസ് ആയിരിക്കണം ഒന്ന് മൈനസ് ആയിരിക്കണം, അതൊന്ന് ഉറപ്പിക്കണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഒന്ന് പ്ലസ് ആയിരിക്കണം ഒന്ന് മൈനസ് ആയിരിക്കണം. പിന്നെ രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്. കാരണം ഒന്ന് പ്ലസ് ആയിരിക്കണം ഒന്ന് മൈനസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. -1 കിട്ടണമെങ്കിൽ വലിയ നമ്പർ നെഗറ്റീവ് ആയിരിക്കണം. അങ്ങനെ ഈ -1ഉം -20ഉം കിട്ടാൻ -5ഉം 4ഉം എടുത്താൽ മതി. -5ഉം 4ഉം ആഡ് ചെയ്താൽ -1 ആണ്. -5ഉം 4ഉം ആഡ് ചെയ്താൽ കൂട്ടിയാൽ -1 ആണ്. -5ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ -20 ആണ്. അതുകൊണ്ട് ഈ പോളിനോമിയലിനെ നമുക്ക് എന്ത് എഴുതാമോ, ഇങ്ങനെ എഴുതാം, ഈക്വൽ ടു എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 4. മിക്കവാറും നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതുപോലത്തെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, എന്താ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ പറ്റി ചിന്തിക്കുകയും വേണ്ട. പക്ഷേ ഇതുപോലത്തെ പോളിനോമിയൽ കണ്ടാൽ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ പോളിനോമിയൽ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എപ്പോഴും 1 ആയിരിക്കും. എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എപ്പോഴും 1 ആയിരിക്കും. അങ്ങനെ 1 ആയിട്ട് വരണം. 1 ആയിട്ട് വന്നാൽ ഇത്തരം സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ, രണ്ടാംകൃതി പോളിനോമിയലിനെ മാത്രമേ നമുക്ക് ഇതുപോലെ ഘടകാക്കാൻ പറ്റൂ. ഇനി ഈ ഒരൊറ്റ കാര്യം കൂടി ഓർമ്മിച്ച് വെച്ചേക്കോട്ടോ. ദാറ്റ് ഈസ് a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m പ്ലസ് n. എസ് സ്ക്വയർ പ്ലസ് എസ് ക്യൂബ് ഈക്വൽ ടു x⁵5 എന്നൊന്ന് എഴുതി വെക്കാതെ, ഇത് പൊട്ടത്തേറ്റാണ്. പിന്നെ ഞാൻ എന്താ പറഞ്ഞതെന്നോ, എസ് സ്ക്വയർ ഇൻറ്റു എസ് ക്യൂബ് ഈക്വൽ ടു x⁵5, m പ്ലസ് n 2 + 3, എസ് സ്ക്വയർ ഇൻറ്റു y ക്യൂബ് ഈക്വൽ ടു xy⁵5 എന്നൊന്ന് എഴുതി വെക്കാതെ. ഇതും a, ഇതും a.
ഇതൊക്കെ ശ്രദ്ധിക്കണം. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. ഇവിടെ ശരി എന്ന് പറയുന്ന സാധനം ഇതായിരുന്നു കേട്ടോ. ഇനി എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ. x raised to 10 divided by x raised to 5 equal to x raised to 10 minus 5 equal to x raised to 5. അല്ലെങ്കിൽ തന്നെ ഈ പരിപാടി നിങ്ങൾക്ക് വളരെ ഇഷ്ടമല്ല നേരത്തെ ചെയ്യാൻ. എക്സ് റേസ് ടു 10 എക്സ് റേസ് ടു 5 ഇവിടുന്ന് 5x പോയി, ഇവിടുന്ന് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് അങ്ങനെ 5x പോയി, ബാക്കി എക്സ് റേസ് ടു 5. എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ. ഇതേപോലെ എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം എൻ. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഒരു സംഗതി കൂടി, 1 ബൈ എ റേസ് ടു എം ഈക്വൽ ടു എ റേസ് ടു മൈനസ് എം. ഇപ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ. എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം എൻ. 1 ബൈ എ റേസ് ടു എം ഈക്വൽ ടു എ റേസ് ടു മൈനസ് എം. ഇത് എക്സ്പോണന്റ് ലോ ആണ്. ദാറ്റ് ഈസ് കൃത്യങ്ക നിയമം എന്നൊക്കെ പറയും മലയാളം മീഡിയക്കാർ. ചില പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ, ഞാൻ എല്ലാ സംഗതികളും പറഞ്ഞു അല്ല പറയാൻ പറ്റിയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഒരുപാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഓരോ ചാപ്റ്റർ പറയുമ്പോഴും ആ ചാപ്റ്ററിൽ എന്തൊക്കെ വേണമെന്നുള്ളത് ആ സമയത്ത് കൂടി നമുക്കൊന്ന് സംസാരിക്കാം. ചുരുങ്ങിയത് ഒരു തുടക്കം എന്ന നിലയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക.